الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ, ഹൃദയത്തിൽ ഓർത്തുവെക്കാൻ, മനസ്സിൽ ഓർത്തുവെക്കാൻ, അതേപോലെ തന്നെ നമുക്ക് ശരിക്ക് കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഭൂമിയിലൂടെ നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൂമിയിലൂടെയുള്ള നമ്മുടെ സഞ്ചാരത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുമെന്നാണ്. പക്ഷേ കേൾക്കേണ്ടത് കേൾക്കാനുള്ള സന്നദ്ധത വേണം, കാണേണ്ടത് കാണാനുള്ള മനസ്സ് വേണം. അതേപോലെ തന്നെ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിച്ച് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് ചിന്തിക്കുന്നവരാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കാര്യങ്ങൾ മുൻപിലേക്ക് ഇങ്ങനെ തന്നാലും അതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തനിക്ക് പിൻപറ്റേണ്ട കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി നാളെയുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും കാണിച്ചു തരുമെന്നതാണ്. അതിനുവേണ്ടിയായിരിക്കണം ജീവിക്കേണ്ടത് എന്നുകൂടിയാണ്. അതിനുവേണ്ടിയായിരിക്കണം ഭൂമിയിലെ ജീവിതത്തിൽ നമ്മുടെ സഞ്ചാരങ്ങൾ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നതാണ് സൂറത്തുൽ ഹജ്ജിന്റെ 46-ാമത്തെ ആയത്ത്. ആ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. അള്ളാഹു ആയത്തിലൂടെ പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ എങ്ങനെ സഞ്ചരിക്കുന്നില്ലേ? അപ്പൊ ഭൂമിയിലൂടെയുള്ള ജീവിതമാണത്, ഭൂമിയിലൂടെയുള്ള പ്രത്യേകമായവരുടെ സഞ്ചാരമാണത്, യാത്രയാണത്, എല്ലാമാവും. അങ്ങനെ എന്താണെങ്കിലും ശരി, ആ സഞ്ചാരത്തിലൂടെ, ആ ജീവിതത്തിലൂടെ അവർ കണ്ടറിയേണ്ടത് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, അവർക്ക് കൽബുകൾ ഉണ്ടാവും, ഹൃദയം തുറക്കാൻ സാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നർത്ഥം. അങ്ങനെ മനസ്സ് തുറക്കാൻ സാധിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെയും ഓർത്തുവെക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും കഴിയും. അതാണ് യഅഖിലൂന ബിഹാ എന്ന് പറഞ്ഞത്. പിന്നെ ഔ ആദാനു യസ്മഊന ബിഹാ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കേൾക്കുന്ന കുറെ വാർത്തകൾ ഉണ്ടാകും. അങ്ങനെ കേൾക്കാനുള്ള വാർത്താനുഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും.
ആ നൽകുന്ന വാർത്തകളൊക്കെയും അവരുടെ കാതുകളിലൂടെ കേൾക്കാൻ ഇടവരും. പക്ഷെ കേൾക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് അയാൾ ഉൾക്കൊള്ളേണ്ടത് എന്ന് വേർതിരിക്കാൻ സാധിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ഒരു അന്ധതയെക്കുറിച്ചാണ്. അല്ലാഹു പറഞ്ഞ അന്ധത കണ്ണുകൾ കാണാതിരിക്കുന്ന അന്ധതയെക്കുറിച്ചല്ല. ഫഇന്നമാ ലാ തഅമൽ അബ്സ്വാർ, ബാഹ്യമായ കണ്ണുകൾക്ക് ബാധിക്കുന്ന അന്ധതയെക്കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. കാരണം അവയ്ക്കുള്ള അന്ധത അല്ലെങ്കിൽ അവക്ക് കണ്ണ് കാണാൻ സാധിക്കുന്നില്ല, ബാഹ്യ കാഴ്ചകൾ അടഞ്ഞു പോകുന്നില്ല എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഓരോ അനുഭവങ്ങളും കേൾക്കുന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാവട്ടെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുന്നത് എന്തിന്റെ പേരിലാണ്? വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, നെഞ്ചകങ്ങളിലെ മനസ്സുകൾ അല്ലെങ്കിൽ ഹൃദയങ്ങൾ, അവയ്ക്ക് ബാധിക്കുന്ന അന്ധതയാണ് പ്രശ്നം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ ഈ ഒരു ആയത്ത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട തരത്തിൽ ഒട്ടേറെ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നൊക്കെയുള്ള ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ ഇപ്പോ പ്രത്യേകമായിക്കൊണ്ട് നമ്മളെ മൊത്തം ഇങ്ങനെ ചിന്തിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ടതായ വ്യത്യസ്തങ്ങളായ ചില അനുഭവങ്ങളിൽ ഒന്ന് കഠിനമായൊരു ചൂടാണ്. കഠിനമായ ഒരു ചൂടല്ല, കഠിനമായി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ചൂടാണ്. ഈ ചൂട്, ആ ചൂടിന്റെ കാഠിന്യം എത്രയാണ് എന്നുള്ളത് നല്ലോണം അറിയണമെങ്കിൽ ഒരു AC റൂമിൽ കുറച്ചേരൊക്കെ ഇരുന്നിട്ട് പിന്നെ പുറത്തിറങ്ങി നോക്കണം ഒന്നുകിൽ. അപ്പൊ അറിയാം അതിന്റെ കാഠിന്യം എത്രയാണെന്നുള്ളത്. അതല്ലെങ്കിൽ ശക്തമായ ചൂടത്ത് പണിയെടുക്കേണ്ടി വരുന്ന, ജോലി ചെയ്യേണ്ടി വരുന്ന സാധാരണക്കാരായ പച്ചപ്പാവങ്ങളായ അരപ്പട്ടിണിക്കാരും മുഴുപ്പട്ടിണിക്കാരുമായിട്ടുള്ള ആളുകൾ അതിശക്തമായ വെയിലത്ത് പണിയെടുക്കേണ്ടി വരുന്ന, അധ്വാനിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് നമ്മളൊന്നിങ്ങനെ അങ്ങനെ ഒരു അധ്വാനത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടായി നോക്കണം. അപ്പൊ അറിയാം ചൂടിനെ കുറിച്ച്. ഇനി അതൊന്നും വേണ്ട, ഒരല്പം ഒന്ന് ടൂ വീലറിൽ യാത്ര ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ചു ദൂരം നടന്നാൽ മതി. എന്താണ് ചൂടിന്റെ കാഠിന്യം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മളൊക്കെ അതിന്റെ ഏറിയ തോതിലോ കുറഞ്ഞ തോതിലോ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ സഞ്ചാരത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ അനുഭവമായി കൊണ്ടുള്ള ഒന്നാണ്. അതിന്റെ ഒരു ഫലം എന്നോണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേരളീയ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊന്നാണ് ജലദൗർലഭ്യം എന്ന് പറയുന്നത്. വരൾച്ച അതിങ്ങനെ ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ലായ്മ, ജലദൗർലഭ്യം ഒരു പ്രശ്നമായിക്കൊണ്ട്, വലിയ വെല്ലുവിളിയായിക്കൊണ്ട് മുൻപിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയും അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നതാണ് സൂറത്തുൽ ഹജ്ജിലെ ഓതി കേൾപ്പിച്ച് അർത്ഥം പറഞ്ഞ ആയത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്. എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഒരാളുടെയും തൊലി, നമ്മൾ ഓരോരുത്തരുടെയും തൊലി, ആ തൊലിയുടെ ഒരു ചെറിയ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ ചൂട്, അത് തീയിൽ നിന്നുണ്ടാകുന്ന ഒരു ചൂട്, ആ ചൂടിനാൽ ഏൽക്കുന്ന ഒരു പൊള്ളൽ, ആ പൊള്ളൽ ഒരൽപ്പം പോലും നമുക്ക് സഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. അതിന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് പുറത്ത് അന്തരീക്ഷത്തിന്റെ സൂര്യതാപമുള്ളത്. ആ സൂര്യതാപം ഏറ്റുകൊണ്ട് സൂര്യാതപം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണവും അതേക്കുറിച്ചുള്ള വാർത്തകളും വർദ്ധിച്ചു വരുന്നു. നമ്മൾ ഓർക്കുന്നു നരകത്തിന്റെ കാഠിന്യം അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ തൊലികൾക്ക് താങ്ങാനാവുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഉഇദ്ദത ലിൽ കാഫിരീൻ, നരകം അത് സത്യനിഷേധികൾക്ക് വേണ്ടി, അസത്യത്തിന്റെ ആളുകൾക്ക് വേണ്ടി, നരകത്തിന് വേണ്ടി പണിയെടുക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. നരകം കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലക്ക് ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടി അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. നമ്മൾ ഓർക്കുന്നു ആ ആയത്തുകളൊക്കെ അള്ളാഹുവിന്റെ നരകത്തിന്റെ യാതനയുടെ, ശിക്ഷയുടെ, വേദനയുടെ കാഠിന്യം എത്രയാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ അതിന്റെ വേദന പഠിപ്പിച്ചു തരുന്ന ഒട്ടേറെ ആയത്തുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ധാരാളമായി ചിരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അല്പം മാത്രം ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ധാരാളമായി കരഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നരക കാഠിന്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണത് സംസാരിച്ചത് എന്ന് സൂറത്തു തൗബയിലെ 81 82 ആയത്തുകൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ആയത്തുകളിലൂടെ അള്ളാഹു ആ ആയത്തിലൂടെ കേൾപ്പിക്കുന്നത്
തബൂക്കിലേക്ക് ചൂടിന്റെ കാഠിന്യം കാരണം ഞങ്ങൾക്ക് പുറപ്പെടാനാകില്ല, പോവാനാകില്ല എന്നുള്ള നിലക്ക് അമാന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്തവരായ ആളുകൾ, അവര് പറഞ്ഞ ഒരു ന്യായം എന്തായിരുന്നു? തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിന്റെ പര്യടനം റോമൻ സൈന്യവുമായി കൊണ്ട് ഏറ്റുമുട്ടാൻ വേണ്ടി എല്ലാവരും മദീനയിൽ നിന്ന് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ള നിലക്ക് കുറച്ചാളുകൾ മാറി നിന്നു. അവരുടെ യഥാർത്ഥ മുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിക്കുന്ന ആയത്തുകൾ, ആ ആയത്തുകളിൽ അല്ലാഹു പറയുന്ന ഒരു ഭാഗം അവരിങ്ങനെ പുറപ്പെടാതിരിക്കാൻ കാരണം, പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ കാരണം അള്ളാഹുവിന്റെ മുൻപാകെ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപാകെ അവർ പറഞ്ഞ ന്യായത്തെ അള്ളാഹു തുറന്നു കാണിക്കുന്നത് ഇങ്ങനെയാണ്: വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. അവര് പറയുകയുണ്ടായി, കപടവിശ്വാസികൾ ഈ ആളുകളെ പിന്തിപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് പറയുകയോ അതല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു വാക്യമാണത്. അവര് പറഞ്ഞ വാക്യം ഇങ്ങനെയാണ്: ലാ തൻഫിറു ഫിൽ ഹർ. ഈ ചൂടിന്റെ കാഠിന്യത്തിൽ നിങ്ങൾ പുറത്തു പോകണ്ട, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി, ഉദ്യമങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു അപ്പോൾ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്: ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക, നാറു ജഹന്നമു അശദ്ദു ഹർറാ. നാറു ജഹന്നമു അശദ്ദു ഹർറാ. നരകത്തിന്റെ തീയിന്റെ കാഠിന്യം അത് അശദ്ധാണ്, അത് അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ലൗ കാനൂ യഫ്ഖഹൂൻ, അനുഭവമുണ്ടാകുമ്പോൾ അതേക്കുറിച്ചൊന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് 81-ാമത്തെ സൂറത്തു തൗബയിലെ ആയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. പുറത്തേക്കിറങ്ങുന്നത് അനുഭവമാണ്. പുറത്തനുഭവിക്കുന്ന ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ അനുഭവത്തിന്റെ ചൂടിൽ, ആ ചൂട് അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ച് ഖുൽ, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക, നാറു ജഹന്നമു അശദ്ദു ഹർറാ. എനിക്കെങ്ങനെ നരകം സഹിക്കാൻ കഴിയും? കാരണം നരകത്തിന്റെ ചൂട് അതികഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു: നാറുക്കും ഹാദിഹി മാ യൂഖദു ബനു ആദം. മനുഷ്യന്മാർ ഈ ഭൂമിയിൽ കത്തിക്കുന്ന തീയില്ലേ, ആ തീയിന്റെ കാഠിന്യം എത്രയാണെന്നോ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആ ചൂടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കൽ ഒരുക്കി വെച്ച ആ നരകത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാകുന്നു: നിങ്ങളെ കത്തിക്കുന്ന തീയ് അതൊരു ജുസ് മാത്രമാണ്, ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. നിങ്ങൾ കത്തിക്കുന്ന തീയ് ചെറിയ ഒരു ഭാഗം മാത്രമാണ്. എന്തിന്റെ ഭാഗം എന്നറിയുമോ? മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നരകത്തീയിന്റെ 70-ൽ ഒരംശം മാത്രം. 70 എന്ന് പറയുന്നത് ഒരു കൃത്യമായ ക്ലിപ്തപ്പെടുത്തിയ, ഒരു തിട്ടപ്പെടുത്തിയ എണ്ണമൊന്നുമല്ല, മറിച്ച് അതിന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമ്മൾ തീയെ കത്തിച്ചിട്ടില്ല, മറിച്ച് സൂര്യന്റെ താപത്തിന്റെ ചുവട്ടിലൂടെ, സൂര്യന്റെ ചൂടിന്റെ ചുവട്ടിലൂടെ നടക്കേണ്ടി വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു അസഹനീയമെന്ന് പറയുന്നു, സഹിക്കാനാകില്ലെന്ന് പറയുന്നു. ഉറങ്ങാൻ കഴിയുന്നില്ല നമ്മുടെ മക്കൾക്ക്, നമുക്ക് നമ്മുടെ വീടുകളിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം AC ഇല്ലാതെ കിടക്കാൻ വയ്യ. ഒരു സാധാരണ ഫാൻ കറങ്ങിയാൽ ആർക്കും ആകുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, ബാങ്കിൽ ഇങ്ങനെ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിക്കൊണ്ട് കൊണ്ടുപോയിട്ട് 10-50 ഒക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോ 22,000 രൂപയുണ്ട്. ബാക്കിക്ക് EMI ഇട്ടിട്ട് ഞാൻ കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഇനി സീലിംഗും കൂടിയും വെക്കണം, കാരണം ഓടിട്ട വീടാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു AC കിട്ടണം. അത് ബാങ്കിൽ ചെന്നു, ആ 22,000 ഇങ്ങോട്ട് എടുത്തു. അത് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ബാക്കി EMI ഇട്ടിട്ട് ഒരു 5,000 രൂപ ഒരൊറ്റ റൂമിന് സീലിംഗ് വെക്കാൻ വേണ്ടിക്കൊണ്ട് അങ്ങനെ വിനിയോഗിച്ചിട്ട് വീട്ടിൽ കുട്ടികളൊന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങട്ടെ, എനിക്കൊന്ന് ഉറങ്ങണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി റൂമിൽ കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള നിലക്ക് ചിന്തിക്കേണ്ടി വരുന്നുവെങ്കിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് വീടുകളിൽ അന്തിയുറങ്ങേണ്ടതിനെ കുറിച്ചല്ല, മറിച്ച് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നരകമാണ് നമുക്കുണ്ടാകുന്നത് എങ്കിൽ നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതായിരിക്കണം ചിന്ത, അതായിരിക്കണം പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് നമുക്ക് നമ്മളെ നേരെയാക്കാൻ സാധിക്കും, നമ്മുടെ പോരായ്മകളെ തികത്താൻ സാധിക്കും. നമുക്ക് കൂടുതൽ നന്മ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരുക്കി വച്ചിരിക്കുന്ന ഈ ദുനിയാവിലെ തീയ്, ഈ ദുനിയാവിന്റെ ചെറിയ ചൂട്, അത് സൂര്യന്റെ ചൂടിനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അല്ലാത്തതിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഹദീസിലുണ്ട്, അത് നേരത്തെ കേൾപ്പിച്ചുവല്ലോ. ആ തീയാകുന്നു നിങ്ങൾ കത്തിക്കുന്ന തീയ് നരകത്തിന്റെ തീയിന്റെ 70% മാത്രമേ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞ ആ തീയുണ്ടല്ലോ, അത് നമ്മളാരും അവിടേക്ക് പോയിട്ട് പൊള്ളിച്ചിട്ടില്ല. എന്നാലോ ഈ സൂര്യന്റെ ചൂടിന്റെ കാഠിന്യം തന്നെ എത്രയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് താങ്ങാൻ സഹിക്കാനാകുന്നില്ല. അവിടെയാണ് നമ്മൾ ഓർക്കുന്നത് നരകമാണെങ്കിലോ എന്തായിരിക്കും നമ്മുടേത് എന്നുള്ളത്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൽബുകൾ തുറക്കാൻ സാധിക്കും. കേൾക്കേണ്ടത് കേൾക്കാൻ, അള്ളാഹുവിന്റെ ആയത്തുകളുടെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ചിന്ത കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അങ്ങനെ വരുമ്പോഴോ നമുക്കുണ്ടാകുന്ന ഗുണം അല്പം മാത്രമേ നമ്മൾ ചിരിക്കൂ. അള്ളാഹു പറയുന്നു, നിങ്ങൾ അല്പം ചിരിച്ചാൽ മതി. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കരച്ചിലാണ് വരേണ്ടത്, കാരണം കരച്ചിലാണ് നിങ്ങൾക്കുണ്ടാവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്നു. ആ നരകം നമ്മളെ സ്പർശിക്കാതിരിക്കണം, അതിനു വേണ്ടിയായിരിക്കണം നമ്മുടെ അധ്വാനം. എന്താണ് നമുക്ക് ചെയ്യാനാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഓർക്കണം, ഈ കഴിഞ്ഞ റമളാനിലെ ഓരോ നോമ്പുകൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി, ആ ഇഷ്ടത്തിനു വേണ്ടി നോറ്റവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിന്റെ സബീലിൽ, റബ്ബിന്റെ മാർഗത്തിൽ ഒരൊറ്റ നോമ്പ് നമുക്ക് റബ്ബിന്റെ അടുക്കലേക്ക് സ്വീകാര്യോഗ്യമായ രീതിയിൽ ഒരു നോമ്പ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ വഴിദൂരം നമ്മളെ നരകത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും. റബ്ബിനോട് അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനിയും നോമ്പെടുക്കാൻ സാധിക്കണം, നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. സുന്നത്തായ നോമ്പിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിൽ ഏത് നോമ്പാണ് റബ്ബിന്റെ അടുക്കൽ കബൂലായിട്ടുണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ പ്രാർത്ഥിക്കണം, എന്റെ റബ്ബേ, എന്റെ അടുക്കൽ നിന്ന് ഈ നോമ്പിനെ സ്വീകരിച്ചുകൊണ്ട് അതികഠിനമായ നരകത്തിന്റെ യാതനയിൽ നിന്ന്, കാരണം ഈ സൂര്യന്റെ താപം ഒരൽപ്പം പോലും എനിക്ക് സഹിക്കാനാകുന്നില്ല, പിന്നെ എങ്ങനെ നരകയാതന സഹിക്കും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടാൻ നമുക്ക് സാധിക്കണം. കാരണം അത്രമേൽ ഗൗരവപ്പെട്ട ഒന്നാകുന്നു നരകത്തിന്റെ അഗ്നിയുടെ ചൂടിന്റെ കാഠിന്യം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്ക് ആ അർത്ഥത്തിൽ ഖൽബ് തുറക്കാൻ സാധിക്കണം. അള്ളാഹു നമുക്കങ്ങനെ ആലോചിക്കാനുള്ള ഈമാനികമായ അവബോധം നൽകി. അള്ളാഹുവേ, നീ ഞങ്ങളോട് കനിവ് കാണിക്കണമേ റബ്ബേ. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, നമ്മുടെ ദാനധർമ്മങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ റബ്ബ് ഇഷ്ടപ്പെട്ട നിലക്ക് നമ്മുടെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെലവ് ചെയ്യുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു ഫീ ളില്ലി സ്വദഖതിഹി ഹത്താ യഖ്ബിദു ബൈനന്നാസ് ഹത്താ യഖ്ബി ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിനം വരുമല്ലോ, ആ ദിനം വരേക്കും, ആ ദിനത്തിൽ അല്ലാഹുവിന്റെ തീർപ്പ്, അത് നരകമാണോ നരകം, സ്വർഗമാണോ സ്വർഗം, ഇതിങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിനം വരും. അന്നത്തേക്ക് വരെയും നമുക്കൊരു തണലായി, നമുക്കൊരു നിഴലായി നമ്മുടെ കൂടെയുണ്ടാകുന്ന ഒന്നായിരിക്കും നമ്മൾ നൽകുന്ന സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ സമൂഹത്തിൽ അശരണരും പാവപ്പെട്ടവരും നമ്മൾ ഇടപെടേണ്ടതുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെയും നമ്മുടെ അടുക്കൽ നിന്ന് മനസ്സറിഞ്ഞ് വിനിയോഗിക്കുന്ന വിനിയോഗങ്ങൾ നമുക്കുണ്ട് എങ്കിൽ അത് നാളെ ഒരു വലിയ തണലായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഇതേപോലെ തന്നെ ഒന്നുകൂടി പറഞ്ഞു, കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ആർക്കെങ്കിലും ഒരു ആശ്വാസം നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ, അയാളുടെ പ്രയാസത്തെ ഒന്ന് ഇറക്കി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലല്ലാഹു യൗമൽ ഖിയാമത്തി തഹ്ത ളില്ലി അർശിഹി, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിൽ അഭയം നൽകുമെന്നതാണ്. ആ അഭയം കിട്ടാൻ വേണ്ടിക്കൊണ്ട്, അവിടുത്തെ ചൂടിന്റെ കാഠിന്യത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് ശ്രമിക്കാൻ സാധിക്കണം, നമ്മുടെ അധ്വാനങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കണം. അത് കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് നികത്തിക്കൊടുത്തുകൊണ്ട്, ഒരു ആവശ്യക്കാരന്റെ ആവശ്യത്തിന്റെ പിന്നിൽ അവന്റെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടൊക്കെയും നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമ്പോൾ അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും.
സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചൂടിന്റെ കാഠിന്യത്തിൽ നിന്ന് ആലോചിക്കാൻ വേണ്ടിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആലോചനകൾ, പ്രവർത്തനങ്ങൾ നമുക്കുണ്ടാകണം എന്നതാകുന്നു പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹുവേ, ഇങ്ങനെയുള്ള ആലോചനകളിലൂടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ചിന്തകൾ ചേർത്ത് വെക്കുവാനും നിന്റെ ആയത്തുകൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പറയാൻ ശ്രമിച്ചത് നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ, അത് ചൂടിനെക്കുറിച്ചാണ് ഉദാഹരണമായി പറഞ്ഞത്. ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെയായിരിക്കണം. ആ ചിന്തയിൽ നിന്ന് നരകത്തെക്കുറിച്ചുള്ള പേടി, ഭയാനകതയെക്കുറിച്ചുള്ള ഭയപ്പാട് നമുക്കുണ്ടാകണം. ആ ഭയപ്പാടിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കും. നന്മകൾ ചെയ്തുകൊണ്ട് ക്രമീകരിക്കാൻ സാധിക്കും. തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണ് തിന്മകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് തിന്മകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കണ്ണാകുന്ന രണ്ട് അനുഗ്രഹങ്ങളല്ലേ വേണ്ടാത്തത് കാണാൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ കണ്ണാകുന്ന രണ്ട് അനുഗ്രഹങ്ങളില്ലായിരുന്നുവെങ്കിൽ, ആ അനുഗ്രഹം തടയപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്കത് കാണാൻ കഴിയില്ലല്ലോ. അതേപോലെ ഓരോന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നന്ദിപൂർവകം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ ചൂട് കാഠിന്യത്തിലേക്ക് എത്തുമ്പോൾ വരൾച്ചകൾ വർദ്ധിക്കുകയാണ്, ജലലഭ്യത കുറയുന്നു. ജലലഭ്യത കുറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ സാക്ഷരത നഷ്ടപ്പെട്ടു പോകുന്നുവോ എന്ന് ചിന്തിക്കണം. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ പരിസരങ്ങൾ കൊച്ചു കൊച്ചു കിളികളൊക്കെ ഉണ്ടാകും, ചെറിയ ചെറിയ ജന്തുക്കളുണ്ടാകും, ജീവജാലങ്ങളുണ്ടാകും. അവയ്ക്കൊക്കെ ഒരല്പം വെള്ളം കൊടുക്കാൻ വേണ്ടി വീടിന്റെ പരിസരത്തോ നമ്മൾ ഇടപെടുന്ന മറ്റെന്തെങ്കിലും ഇടങ്ങളിലോ ഒക്കെ വെള്ളം സ്ഥിരമായി കൊണ്ടുപോയി വെക്കുകയും, കാരണം എത്രയെത്ര ജീവജാലങ്ങളാണെന്നറിയോ, വലിയ പുണ്യമുള്ള കാര്യങ്ങളാണ്. അത്തരം പുണ്യങ്ങളൊക്കെ ഒരു ജീവൻ നമ്മുടെ കയ്യാൽ പെടഞ്ഞു മരിക്കുന്നിടത്ത് നിന്ന്, വെള്ളം കിട്ടാതെ പെടഞ്ഞു മരിക്കുന്നിടത്ത് നിന്ന് ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ ഒരു അധ്വാനമുണ്ട് എങ്കിൽ അതെത്ര വലിയ മഹത്വമായിരിക്കും. അങ്ങനെയൊക്കെ ആലോചിക്കണം. അതോടൊപ്പം ജലസാക്ഷരത എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ വുളു ചെയ്യുന്ന ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് വുളു ചെയ്യാൻ വേണ്ടി കൊണ്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണ്? നമ്മൾ സാക്ഷരരാകേണ്ട ഈ വിഷയത്തിലൊക്കെ നമ്മൾക്ക് വെള്ളത്തിന് വേണ്ടി എത്ര വേണ്ടതുള്ളൂ എന്ന് ഹദീസുകളിൽ വന്നിടത്ത് ഒരു സ്വാ വെള്ളം മതി വുളു ചെയ്യാൻ എന്നും 3 മുദ്ദ് വെള്ളം മതി കുളിക്കാൻ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളൊക്കെ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വെള്ളത്തിന്റെ അളവ്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെ വുളു എടുക്കാൻ കഴിയും. ശരിക്കും 3 വട്ടം കഴുകിയുണ്ട്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയൊക്കെ തന്നെ വുളു എടുത്ത് മാതൃക കാണിക്കുന്ന വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതൊക്കെ കഴിയും. പക്ഷെ നമ്മൾ ടാപ്പ് തുറക്കുകയാണ്, ടാപ്പ് അങ്ങോട്ട് അതിന്റെ ഫുൾ ഫോഴ്സ് തുറന്നു വെച്ചിട്ട് വെള്ളം അങ്ങനെ കളയാണ്. എന്നിട്ടും വുളു എടുക്കുന്ന പല ആളുകളുടെയും വുളുവിനെ കുറിച്ച് നോക്കിയാലോ, നമ്മളിങ്ങനെ വുളു ചെയ്തിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറെ ഭാഗം നനയാത്തത് കാണും. വെള്ളമാണെങ്കിൽ എത്ര പോയിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജാഗ്രത കാണിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊക്കെ വല്ലാത്ത മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പം മാത്രം പറയേണ്ടതാണ് നിലക്കല്ല, പക്ഷെ ഇപ്പൊ പ്രത്യേകം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എപ്പോഴാണെങ്കിലും നമ്മൾ വിനിയോഗിക്കുന്ന വെള്ളം അതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. വെള്ളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് പറയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചിട്ടും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് അതിലെ വെള്ളത്തിന്റെ പ്രാധാന്യം വെച്ചുകൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ പറയുന്നത് ഇത്രയേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം എത്ര വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞിടത്ത് നമ്മോട് സംസാരിക്കുന്ന ഒരു സംസാരം മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു വുളു ചെയ്യാണ്. വുളു ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വുളു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. വെള്ളം ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് വുളു ചെയ്യുന്ന സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതാണ്. അപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മാ ഹാദൽ ഇസ്റാഫു യാ സഅദ്, സഅദ് എന്തുമാത്രം വെള്ളമാണ് നീ ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇസ്രാഫ് കാണിക്കുകയാണല്ലോ, വെള്ളം വെറുതെ കളയുകയാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോ റസൂലുള്ളാഹിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ വുദൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ വുളു ചെയ്യുന്നിടത്തും ദുർവിനിയോഗം സംഭവിക്കുന്നുണ്ടോ? വുളു ചെയ്യല്ലേ ഞാൻ, അവിടെയും ജലത്തിന് ദുർവിനിയോഗത്തിന്റെ ഒരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, നഅം ഉണ്ട്, വ ഇൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, വെള്ളം ധാരാളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തിൽ, പിന്നെ നദിയിൽ നിന്നാണ്, നെഹറിൽ നിന്നാണ്, പുഴയിൽ നിന്നാണ് നീ വുളു ചെയ്യണത് എങ്കിൽ പോലും നിനക്ക് വുളു ചെയ്യാൻ ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ജലസാക്ഷരത എന്തുമാത്രം, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ജലസാക്ഷരത എവിടെയാണുള്ളത്? നമ്മൾ നിരക്ഷരരാണ്, ഇപ്പോഴും നിരക്ഷരരാണ്. അതിങ്ങനെ നമ്മൾ വുളു ചെയ്യുന്നത് മാത്രം ആലോചിച്ചാൽ മതി, അവനവന്റെ നോക്കിയാൽ മതി. വേറുള്ളത് കാണുകയാണ് എങ്കിൽ അതേക്കുറിച്ചൊന്ന് വളരെ സൗമ്യനസത്തോടുകൂടി നസീഹത്തിന്റെ ശബ്ദത്തോട് പറഞ്ഞു കൊടുത്താലും മതി. ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും, വരുത്തണം. വീട്ടിലാണെങ്കിലും ശരി, നമ്മുടെ പള്ളികളിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും അനാവശ്യമായി ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട. എത്ര ആലോചിച്ചാൽ മതി? ഇതൊന്നും അനന്തരായിട്ട് കിട്ടിയതല്ല എന്ന് ആലോചിക്കാം. ഏത് നമ്മുടെ ഉപ്പാപ്പന്മാരിൽ നിന്ന് അനന്തരമായി കിട്ടിയതല്ല വെള്ളം, മറിച്ച് നമുക്ക് അനന്തര സ്വത്തായി കിട്ടിയത് എന്നതിനേക്കാൾ നമ്മുടെ ആലോചനയിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ മക്കൾക്ക് ബാക്കി വെക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നമ്മുടെ വരും തലമുറക്ക് ബാക്കി വെക്കേണ്ട വെള്ളം അതാണല്ലോ ഊറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂഗർഭജലം ഊറ്റിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ എന്തുകൊണ്ടാണത്? നമ്മുടെ മുൻഗാമികൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചപ്പോൾ ഈ ഭൂഗർഭ ജലം എന്ന് പറയുന്നത് ഇത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമായ ഒന്നാണ്. അത് ഊറ്റിയെടുക്കുക. അപ്പം അത് ഊറ്റിയെടുക്കേണ്ടി വരികയാണ്. നമ്മൾ അനാവശ്യമായി അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയുടെ താളം തെറ്റും, ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അനാവശ്യമായ ജലവിനിയോഗം ഉണ്ടാകരുത് എന്നുള്ള ഒരു വല്ലാത്ത പാഠവും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് സൂചിപ്പിച്ചു എന്നേയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഉള്ള ദൃഷ്ടാന്തങ്ങൾ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തെളിവുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഞ്ചാരങ്ങളിലൊക്കെയും നൽകിയതിനെ കുറിച്ചുള്ള ആലോചനകൾ അതാകുന്നു നമുക്കുണ്ടാകേണ്ടത്. അവിടെയാണ് ആ അനുഭവങ്ങളിൽ നിന്ന് ഖൽബ് തുറക്കുമ്പോൾ കാര്യങ്ങൾ നന്നാക്കിയെടുക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. അങ്ങനെ കാര്യങ്ങളെ ആലോചനയോടുകൂടി നന്നാക്കാനും നാളെയുടെ രക്ഷ മുന്നിൽ കാണണം, ഇന്നിന്റെ രക്ഷ മുന്നിൽ കാണണം, നമ്മുടെ ഈ ദുനിയാവിന്റെ രക്ഷ മുന്നിൽ കാണണം. അതൊക്കെയും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. അതിനുള്ള എല്ലാ അധ്യാപനങ്ങളും പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്, പ്രവാചക അധ്യാപനങ്ങളിലുണ്ട്. അത് ഉൾക്കൊള്ളണം എന്നുള്ളതാകുന്നു ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമുക്കെല്ലാവർക്കും ഈമാനികമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസപരമായ ഒരു വലിയ കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഓർക്കുന്നത്. അത് നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീടുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ, അതേപോലെ തന്നെ പള്ളികളിൽ ഇടപെടുന്നിടത്തൊക്കെയും ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സുണ്ടാകണം. അല്ലാഹുവേ, മാനസികാവസ്ഥകളെ കേവലം കേട്ട് തള്ളിക്കളയുന്നതിന് പകരം കേട്ട് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ പരിവർത്തിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്കെല്ലാവർക്കും നീ മാപ്പ് നൽകണമേ റഹ്മാനെ. നാളെ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്തെ നരകത്തിലേക്കും ആനയിക്കുമ്പോൾ, കൊണ്ടുപോകുമ്പോൾ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. നരകത്തിന്റെ യാതനകളിൽ നിന്ന് അതിന്റെ ചെറിയ ഒരു അംശം പോലും ഞങ്ങൾക്ക് ആർക്കും ഒരൽപ്പ
അല്പനേരത്തേക്ക് പോലും സഹിക്കാനാവുകയില്ല എന്നുള്ളത് ഖുർആനിക അധ്യാപനമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും അതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ നേരിന്റെ പാതയിൽ, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആദർശത്തിന്റെയും പാതയിൽ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുൻപേ ഇഹലോകവാസം വെടിഞ്ഞവരായ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ബർസഖി ജീവിതം നീ ധന്യമാക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ബർസഖിലും ഈ ദുനിയാവിലെ ജീവിതത്തിലും നാളെ ബർസഖിലും നിന്റെ അടുക്കൽ പരലോകത്തും യൗമുൽ ഖിയാമയിലും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين وسلام على المرسلين.